കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊട്ടേഷൻ കൊലപാതകം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം. 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നേരത്തെ തന്നെ ലഭ്യമായ വിവരം. ഇവരുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴി ഇന്ന് വീണ്ടും എടുക്കും. എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഏറെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തിയൊരു സംഭവമായിരുന്നു ഗുണ്ടാ നേതാവ് സന്തോഷിന്റെ കൊലപാതകം. സന്തോഷിനെ കൂടാതെ സന്തോഷിന്റെ സുഹൃത്ത് അനീറിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ സംഭവം നടന്ന് ഒരു ദിവസം കഴിയുന്നു, ഇതുവരെയും പ്രതികളെക്കുറിച്ചൊരു സൂചനയുമില്ല. ഇവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? പ്രതികൾക്കായി പോലീസ് വലവിരിച്ച് തന്നെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ പോലീസ് അന്വേഷിക്കുന്ന 5 പ്രതികളും കൊടും ക്രിമിനലുകളാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. 5 പ്രതികളുടെ ചിത്രങ്ങളാണ് ഇന്ന് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അതുൽ, യാരി, ഹരി, രാജപ്പൻ എന്നിവർ കൂടാതെ പങ്കജ് എന്ന ആളുടെയും കൂടി 5 ഫോട്ടോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് 1-ാം പ്രതി അലുവ അതുൽ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ പ്യാരി എന്ന ആളും കൂടിയുണ്ട്. ഇവര് കൊടും ക്രിമിനലുകളാണെന്നാണ് പോലീസ് അറിയാൻ കഴിയുന്നത്. MDMA അടക്കം കൈവശം വെച്ച് വിപണനം നടത്തിയ ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിൽ ഇവരുടെ പേരിലുണ്ട്. ഇതിൽ ഈ ഗുണ്ടാ നേതാവാണ് പങ്കജ് നൽകിയ കൊട്ടേഷനാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൃത്യമായുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, സംഭവം നടന്ന് ഒരു ദിവസം പിന്നിടുന്നു. ഇത്രയും മണിക്കൂറുകൾ ആയിട്ട് പോലും ഇതുവരെയും ഈ പ്രതികളെ കുറിച്ചൊരു തുമ്പും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇവർക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ ഒരിക്കലും പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. 18-അംഗ അന്വേഷണ സംഘം 18-അംഗ സംഘങ്ങൾ അടങ്ങിയ വലിയൊരു പോലീസ് ടീമാണ് ഇതിന്റെ പിന്നിലേക്ക് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ജില്ലാ അതിർത്തിയിൽ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തി കേന്ദ്രങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ചുള്ള അന്വേഷണമാണ് ഇവർക്കെതിരെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രതികൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ സ്ഥലമുണ്ട് ഓച്ചിറയിലെ. ആ സ്ഥലം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സമീപത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ പോകാൻ സാധ്യതയുള്ള തീർച്ചയായും വിനീഷ്, ഈ കൊലപാതകം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്. അതിനുശേഷം ഇതിന്റെ വിവരങ്ങളിലേക്ക്, ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കുന്നത് രാവിലെ കൂടിയാണ്. അതായത് ഈ മണിക്കൂറുകൾ, ഏകദേശം ഒരു 3-4 മണിക്കൂറുകളുടെ ഒരു വ്യത്യാസം. അതിനിടെ ഇവർ ജില്ല വിടാനുള്ള സാധ്യതയില്ലേ? നിലവിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നുവല്ലോ. പോലീസിന്റെ നിലവിലുള്ള അന്വേഷണം സ്വാഭാവികമായും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഇവർ ഏതൊക്കെ ഭാഗങ്ങളിലേക്കായിരിക്കാം പോകാനുള്ള സാധ്യത? ഒന്നിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? 4 പേരും ഈ കൃത്യത്തിൽ ഏർപ്പെട്ട 4 പേരും 4 ഭാഗങ്ങളിലേക്കായി പോകാനുള്ള സാധ്യതയാണോ പോലീസ് കാണുന്നത്? അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ടോം, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2:30 കൂടിയാണ് കരുനാഗപ്പള്ളിയിൽ കൃത്യം നടക്കുന്നത്. സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികൾ അവിടെ നിന്നും വവ്വാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ് അനീറിനെ വകവരുത്താനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ അനീറിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. കഴിഞ്ഞ ദിവസം തന്നെ അനീറിന്റെ മൊഴിയും പുറത്തു വന്നിരുന്നു. കാരണം ഈ പോലീസ് അനീർ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ എത്തുകയും അനീറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പ്രതികളെ കുറിച്ചൊരു തുമ്പും കിട്ടിയിട്ടില്ല. അനീർ പോലീസിന് മൊഴി നൽകിയത് തനിക്ക് കണ്ടാൽ അറിയാവുന്ന ഒരാളാണ് തന്നെ വകവരുത്തിയതെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അലുവ അതുൽ എന്ന ആളുടെ പേരും പറയുന്നുണ്ട്. അലുവ അതുലും അതിനോടൊപ്പം 2 പേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തന്നെ വകവരുത്താനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. അതുപോലെ തന്നെ കാല് ഗുരുതരമായിട്ട് അടിക്കുകയും ചെയ്തു എന്ന് പറയാം. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കൃത്യം നടത്തിയ രീതിയും അതുപോലെ തന്നെയാണ് ഈ പ്രതിയെ അനീറിനെ ആക്രമിച്ച രീതിയും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രതികളുടെ ഒരു രീതി ഇങ്ങനെ തന്നെയാണോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസിന് എന്തായാലും കൃത്യമായ ഒരു വിവരം ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ സമീപങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയിട്ടും
കാര്യമായ പുരോഗതികൾ ലഭ്യമാകുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും. പക്ഷേ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി യുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ അനീറിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോൾ. യെസ്, വ്യക്തമാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാനേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 4 പേരും സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുമുണ്ട്.